മുൻ വർഷങ്ങളിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ധനകാര്യ കമ്മീഷനാണ്. ധനകാര്യ കമ്മീഷൻ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11-നാണ്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11-നാണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം 1967 സെപ്റ്റംബറിലാണ്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം 1967 സെപ്റ്റംബർ. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ സൂര്യൻ വരുന്ന ദിവസങ്ങൾ മാർച്ച് 21, സെപ്റ്റംബർ 23. ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ സൂര്യൻ വരുന്ന ദിവസങ്ങളാണ് മാർച്ച് 21, സെപ്റ്റംബർ 23. കായൽ സമ്മേളനം നടത്തിയത് പണ്ഡിറ്റ് കറുപ്പനാണ്. 1913-ലാണ് കായൽ സമ്മേളനം നടത്തിയത് പണ്ഡിറ്റ് കറുപ്പൻ. 1913. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എന്ന കൃതി രചിച്ചത് A.K. ഗോപാലൻ. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി എന്ന കൃതി രചിച്ചത് ആരാണ്? A.K. ഗോപാലൻ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് അഗമാനന്ദ സ്വാമികളാണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് അഗമാനന്ദ സ്വാമികൾ. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവിയാണ് വൈറസ്. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി വൈറസ്. ഉൾപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹ്യൂഗോ ഡീവ്രീസ്. ഉൾപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹ്യൂഗോ ഡീവ്രീസ്. R.D. പിത്തക്കസ് റാമിഡസിന്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകരയാണ് ആഫ്രിക്ക. R.D. പിത്തക്കസ് റാമിഡസിന്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ആഫ്രിക്ക. മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഹൈപ്പോതലാമസ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഖാരിഫ്. ഇന്ത്യയിൽ ഭൗമതാപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരൺ. ഇന്ത്യയിൽ ഭൗമതാപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് മണികരൺ. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് നൂൽപ്പുഴ. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് നൂൽപ്പുഴ. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ K. കസ്തൂരിരംഗൻ. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ K. കസ്തൂരിരംഗൻ. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അവനി ലേഖര. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അവനി ലേഖര. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ പഠനം ഉറപ്പുവരുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ പഠനം ഉറപ്പുവരുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത പ്രതിരോധിയായും അവതരിപ്പിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപമാണ് ജാൻ ടെല്ലർ മെറ്റൽ. ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുത രോധിയായും അവതരിപ്പിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപമാണ് ജാൻ ടെല്ലർ മെറ്റൽ. വായു മൂലമുണ്ടാകുന്ന കർഷണം കുറയ്ക്കാനുള്ള മാർഗം സ്ട്രീം ലൈനിങ്. വായു മൂലമുണ്ടാകുന്ന കർഷണം കുറയ്ക്കാനുള്ള മാർഗം സ്ട്രീം ലൈനിങ്. ആധുനിക വൈദ്യശാസ്ത്ര പഠനം നടത്തിവരുന്ന കേരള സർക്കാർ സ്ഥാപനം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. ആധുനിക വൈദ്യശാസ്ത്ര പഠനം നടത്തിവരുന്ന കേരള സർക്കാർ സ്ഥാപനം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കുന്ന നിയമമാണ് കോട്ട്പ. പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കുന്ന നിയമം കോട്ട്പ. കോട്ട്പ നിലവിൽ വന്നത് 2003-ലാണ്. സിഗരറ്റ്സ് ആൻഡ് അതർ ടബാക്കോ പ്രൊഡക്ട്സ് ആക്ട് എന്നാണ് അതിന്റെ ഫുൾ ഫോം. സിഗരറ്റ്സ് ആൻഡ് അതർ ടബാക്കോ പ്രൊഡക്ട്സ് ആക്ട്. പാപ്സ്മിയർ പരിശോധന ബന്ധപ്പെട്ടിരിക്കുന്നത് അർബുദവുമായിട്ടാണ്. പാപ്സ്മിയർ പരിശോധന ബന്ധപ്പെട്ടിരിക്കുന്നത് അർബുദം. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 21. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 21. കേരള കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന നാമം സ്വീകരിച്ച വർഷം 2002. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ്, ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന നാമം സ്വീകരിച്ച വർഷം 2002.
ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു സോഡിയം ബെൻസോയേറ്റ്. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പ്ലാഷ്. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പ്ലാഷ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. സന്താൾ കലാപം നടന്ന വർഷം 1855 1856 കാലഘട്ടത്തിലാണ്. സന്താൾ കലാപം നടന്ന വർഷം 1855 56 കാലഘട്ടം. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. മണികരൺ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. മണികരൺ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. തേഭാഗ സമരം നടന്നത് ബംഗാൾ. തേഭാഗ സമരം നടന്നത് ബംഗാൾ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ്. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ടെന്നീസ്. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ടെന്നീസ്. വിവരാവകാശം അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പാണ് 8. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് 8. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് 293. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 293. പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനം ഉള്ളത് ഗുജറാത്തിനാണ്. പരുത്തിത്തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനം ഗുജറാത്തിന്, 1ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. 1ാം സ്ഥാനം മഹാരാഷ്ട്ര. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് 28 ക്ലോസ് 1. പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് 28 ക്ലോസ് 1. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഇന്ദിരാഗാന്ധി കനാൽ. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് 450 × 300 ആണ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ നിറം 450 × 300 ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് മുംബൈ. ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായ കേന്ദ്രഭാഗമായ നഗരമാണ് നാഗ്പൂർ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം നാഗ്പൂർ. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഹിമാലയത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം സിവാലിക്കാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം സിവാലിക്. 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള പ്രദേശമാണ് നഗരം. 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുമുള്ള പ്രദേശം നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം മണിപ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം മണിപ്പൂർ. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമാണ് ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഇലപൊഴിയും കാടുകൾ. കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല തൃശൂരാണ്. കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല തൃശൂർ. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റം 3 ആണ്. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റം 3. INA ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റപ്പെട്ട മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. INA ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. കൊടുങ്ങര പള്ളം പുഴ ബന്ധപ്പെട്ടിരിക്കുന്നത് അട്ടപ്പാടി. കൊടുങ്ങര പള്ളം പുഴ ബന്ധപ്പെട്ടിരിക്കുന്നത് അട്ടപ്പാടി. എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ KV തോമസ് ആണ്. എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ KV തോമസ്. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തൃശൂരാണ്. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ. വിധിയുമായി ഒരു കൂടിക്കാഴ്ച എന്ന പ്രസംഗം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. വിധിയുമായി ഒരു കൂടിക്കാഴ്ച എന്ന പ്രസംഗം ജവഹർലാൽ നെഹ്റുവിന്റേതാണ്.
ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവർക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാണ്? ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവർക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയ വർഷം 2005. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയ വർഷം 2005 ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954. കേരളത്തിൽ ആദ്യമായി ഒമിക്രോൺ സ്ഥിരീകരിച്ച ജില്ല എറണാകുളം. കേരളത്തിൽ ആദ്യമായി ഒമിക്രോൺ സ്ഥിരീകരിച്ച ജില്ല എറണാകുളം. സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനമാണ് കെട്ടിട നികുതി അടയ്ക്കൽ. സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനം കെട്ടിട നികുതി അടയ്ക്കലാണ്. മീസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപകൻ ലാൽ ഡങ്കയാണ്. മീസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപകൻ ലാൽ ഡങ്ക. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശമാണ് ബാബാ ബുദാൻ. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ബാബാ ബുദാൻ. കോമൺ സെൻസ് എന്ന ലഘുലേഖ ബന്ധപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ്. കോമൺ സെൻസ് എന്ന ലഘുലേഖ ബന്ധപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകളാണ് സുഷമ സിംഗ്, ദീപക് സന്ധു. കേരള വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരായ 2 വനിതകളാണ് സുഷമ സിംഗ്, ദീപക് സന്ധു. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ലിഗ്നൈറ്റ്. ഏതുതരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ലിഗ്നൈറ്റ്. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? 10. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണറെ കൂടി നിയമിക്കാൻ കഴിയും? 10 പേരെ കൂടിയാണ് നിയമിക്കാൻ കഴിയുക. ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ പ്രദേശമാണ് ദ്രാസ്. ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ പ്രദേശം ദ്രാസ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8°4' നോർത്ത് മുതൽ 37°6' നോർത്ത് വരെയാണ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8°4' നോർത്ത് മുതൽ 37°6' നോർത്ത് വരെയാണ്. തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് കാവേരി. തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്ന നദീതീരം കാവേരിയാണ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ്.